അപ്പോൾ നാം ഓരോരുത്തരും ഈ ദിവസങ്ങളിൽ നാം എവിടെയാണ് എന്ന് ഓർക്കുകയും നാം നല്ല ഇടങ്ങളിലാവാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയും ചെയ്യുക. നാം തീരുമാനിക്കുക. അതിനുവേണ്ടി മുൻകൂട്ടി കാലേകൂട്ടി നാം ഒരുങ്ങുക. രാത്രി സമയങ്ങളൊക്കെ എൻ്റെ സഹോദരിമാർ മറ്റു ജോലികളിൽ വൈകുന്നതിന് പകരം ഇത്തരം രാവുകൾ, 21-ന്റെ രാവ്, 23-ന്റെ രാവുകളിലൊക്കെ നമ്മുടെ ജോലികളും മറ്റു കാര്യങ്ങളൊക്കെ പകൽ തീർത്ത് വെക്കുക. രാത്രിയിൽ ഇബാദത്തിന് വേണ്ടി മാറ്റിവെക്കാം. കഴിഞ്ഞ ആ രാത്രിയുടെ പ്രത്യേകത ഇല്ല, അള്ളാഹു ആ സൂറത്തിന്റെ അവസാനം പറയുന്നു, സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ആ രാവ് മുഴുവനും അഥവാ പ്രഭാതം വരെ അനുഗ്രഹമാണ്, സമാധാനമാണ്, എല്ലാ തിന്മകളിൽ നിന്നുമുള്ള രക്ഷയുടെ രാവാണ്. മാഷാ അല്ലാഹ്. ഈ പുണ്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടാണ് തിരുനബി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ അവസാനത്തെ 10 വല്ലാതെ ആദരിച്ചത്. ഇമാം മുസ്ലിം റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ദഖലൽ അശ്റു, റമദാനിലെ അവസാനത്തെ 10 സമാഗതമായാൽ അഹ്യൽ ലൈല. അല്ലാഹ്, ആരാണിത്? രാത്രിയെ ജീവിപ്പിക്കും. രാത്രിയിൽ ഉറങ്ങുകയില്ല, മറിച്ച് ഇബാദത്തിൽ മുഴുകും. അങ്ങാടി തണ്ടുമെന്നല്ല, ഇബാദത്തിൽ മുഴുകും. തൻ്റെ കുടുംബത്തെയും മക്കളെയും ഒക്കെ വിളിച്ചുണർത്തി തന്നോടൊപ്പം ആ സൽക്കർമ്മങ്ങളിൽ പങ്കാളികളാവാൻ പ്രേരിപ്പിക്കും. നമ്മളൊക്കെ ഭാര്യ ഉറങ്ങുകയാണെങ്കിൽ, ഭർത്താവ് ഉറങ്ങുകയാണെങ്കിൽ, മക്കൾ ഉറങ്ങുകയാണെങ്കിൽ, മറ്റു വല്ല ഹറാമുകളിലും ഇടപഴകുകയാണെങ്കിൽ അവർ കുട്ടികളല്ലേ, അവർ ഉറങ്ങിക്കോട്ടെ എന്ന് പറയുന്ന അവസ്ഥയാണ്. ഇതല്ല, അഹ്ലഹു, മക്കളെയും കുടുംബത്തെയും ഒക്കെ വിളിച്ചുണർത്തും. എന്നിട്ട് ആ രാത്രികളിൽ വല്ലാത്ത പരിശ്രമം നടത്തുകയും അതിനുവേണ്ടി ഒരുങ്ങുകയും ചെയ്യും എന്ന്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാര്, സഹോദരിമാര്, ഈ ദിവസങ്ങളെ പ്രത്യേകം ഓർമ്മിക്കുകയും പരിഗണിക്കുകയും ചെയ്യുക. പ്രത്യേകിച്ച് മഗ്രിബ്, ഇശ എന്നീ ഫർദ് നിസ്കാരങ്ങൾ ഭംഗിയായി ജമാഅത്തായി നിസ്കരിക്കാനും അവയുടെ ശേഷമുള്ള സുന്നത്തുകളും തറാവീഹും വിത്റുമൊക്കെ പ്രത്യേകം ആത്മാർത്ഥമായി നിർവഹിക്കാനും ശ്രദ്ധിക്കുക. നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ, ഈമാനം വഹ്തിസാബൻ, ആ ഹദീസിനെ ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. തറാവീഹ് നിസ്കരിക്കുന്ന സമയത്ത് എൻ്റെ നിസ്കാരം നീ അങ്ങനെയാക്കി തരണം അല്ലാഹ്. അപ്പം നിസ്കാരത്തിനെല്ലാം ആവേശം കിട്ടും.